തെക്കുവടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് ഇലക്ഷൻ സ്പെഷ്യലാണ്, എക്സിറ്റ് പോൾ സ്പെഷ്യൽ എന്ന് പറയാം. എൻ്റെ സൗണ്ട് കുറച്ച് ഒരു കോൾഡ് ഉള്ളതുകൊണ്ട് കുറച്ച് ഡിഫറെൻ്റ് ആണ്, ക്ഷമിക്കുക. എക്സിറ്റ് പോളിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങൾ രണ്ടുപേരും. കേരളത്തിൽ UDF മന്ത്രിസഭ വരും എന്നാണ് എല്ലാ എക്സിറ്റ് പോളുകളും പറയുന്നത്. അതിൻ്റെ മനോരമയുടെ ഒരു എക്സിറ്റ് പോളിന്റെ ഒരു തമാശ എന്ന് പറഞ്ഞാൽ, പക്ഷേ ആൾക്കാർക്ക് ഇപ്പോഴും സഖാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അവർ UDF വോട്ട് ചെയ്യുന്നു എന്നാണ് എക്സിറ്റ് പോളിന്റെ മുഖ്യമന്ത്രിയുടെ സെലക്ഷൻ പറയുന്നത്. ഇത് നമ്മളൊക്കെ കരുതിയ പോലെ തന്നെ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നതിനുള്ളൊരു തെളിവായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. മാത്രമല്ല, CPM-ന്റെ ലോസ് എന്ന് പറയുന്നത് അത്ര സ്റ്റീപ്പ് അല്ല, അല്ലെങ്കിൽ വളരെ താഴോട്ടല്ല എന്നും കാണിക്കുന്നുണ്ട്. ബംഗാൾ പോലെ ഒരു സിറ്റുവേഷൻ അല്ല എന്നും നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് പാലക്കാട്ടും തൃശ്ശൂരും CPM ഇടതുപക്ഷം അതിന്റെ ബേസ് ഇൻടാക്ട് ആയിട്ട് വെച്ചിരിക്കുന്നു എന്നുള്ളത് ഒരു കണ്ണൂരും ഈ 3 ഡിസ്ട്രിക്റ്റിൽ വളരെ വളരെ എനിക്ക് തോന്നുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ജനാധിപത്യ പ്രക്രിയയാണ് നടന്നിരിക്കുന്നത്. താങ്കൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഈ എക്സൈറ്റ്മെന്റിൽ ഞാൻ VK ചെറിയാൻ ഡൽഹിയിൽ നിന്നും, എൻ്റെ സീനിയർ സുഹൃത്ത് ശ്രീ മാധവൻകുട്ടി കൊച്ചിയിൽ നിന്നും. ശ്രീ മാധവൻകുട്ടി, താങ്കളുടെ ടേക്ക് അവേ എന്താണ് ഇതിൽ? ഒന്ന് എനിക്ക് വളരെ കൃത്യമായി തോന്നി, നമ്മളൊക്കെ വിചാരിച്ചതുപോലെ 5 സീറ്റിൽ BJP-യുടെ വളരെ ഫിയേഴ്സ് ആയിട്ടുള്ള ഒരു കോണ്ടസ്റ്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. അത് 3 സീറ്റിലൊക്കെ എല്ലാവരും ചുരുക്കിയിരിക്കുകയാണ്. ആ 3-ല് 2 എന്ന് പറയുന്നത് ആരും ജയിക്കാം, അതായത് UDF-ഉം ജയിക്കാം, LDF-ഉം ജയിക്കാം എന്ന സ്ഥിതിയിലേക്ക് മാറിയിരിക്കുന്നു. കഴക്കൂട്ടവും വട്ടിയൂർക്കാവും. നേമത്ത് രാജീവ് ചന്ദ്രശേഖരന് ഒരു അപ്പർ ഹാൻഡ് ഉണ്ടെന്ന് പറയുന്നു. പക്ഷേ ഞാനിപ്പോഴും കരുതുന്നത് BJP-ക്ക് 0 ആകാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അങ്ങനെയാണ് കേരളത്തിലെ സിറ്റുവേഷൻ. പ്രത്യേകിച്ച് UDF-ഉം LDF-ഉം തമ്മിൽ വളരെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഫൈറ്റ് നടക്കുമ്പോൾ അധികാരത്തിന്റെ ഒരു ശ്രേണിയിൽ എങ്ങും വരാൻ സാധ്യതയില്ലാത്ത ഒരു പാർട്ടിക്ക് മലയാളി സാധാരണ വോട്ട് ചെയ്യാറില്ല, അല്ലെങ്കിൽ അത്ര കമ്മിറ്റഡ് ആയിട്ടുള്ള പുതിയ വോട്ടേഴ്സ് ഉണ്ടായിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്കൾ എന്താണ് പറയുന്നത്? നമുക്ക് BJP-യിൽ നിന്ന് തുടങ്ങാം. BJP-യുടെ ഈ പ്രകടനം, നമ്മളൊക്കെ വിചാരിച്ചൊരു 10 സീറ്റ് 5 സീറ്റ്, അതെല്ലാവരും 3 ചുരുക്കിയിരിക്കുന്നു. അതെ, തീർച്ചയായിട്ടും ചെറിയാൻ, ആദ്യം നമുക്ക് സ്വയം ആത്മപ്രശംസ എന്ന് തോന്നരുത്. നമ്മളുടെ തെക്ക് വടക്ക് ചാനലിൽ നമ്മുടെ സംസാരത്തിൽ തുടക്കം മുതൽ ഇലക്ഷൻ കാര്യത്തിൽ ഞാനെങ്കിലും വളരെ കൃത്യമായ ഒരു നിലപാടെടുത്തിരുന്നത്, കൃത്യമായ ഒരു എഡ്ജ് UDF-നുണ്ടാവും, ഒരു ആന്റി പിണറായി വോട്ട് ഉണ്ടാവും. അതിന്റെ തോത് എത്രയാണെന്നുള്ളത് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുകയില്ല. അതിനു പുറകിൽ ഒരു പ്രധാന ചാലക ശക്തി ന്യൂനപക്ഷങ്ങളുടെ ഏകീകരണമാണ്. UDF-ന് അനുകൂലമായുള്ള മുസ്ലിം വോട്ടേഴ്സിന്റെ ഏകീകരണമാണ്. 2, ഭയപ്പെട്ടിരുന്നത് പോലെ BJP-യിലേക്ക് പോവാതെ ക്രിസ്ത്യൻ മേഖലകളിൽ ക്രിസ്ത്യൻ വോട്ടുകൾ UDF-ന് തിരിച്ചു പോവുക. ഈ സർവേയിൽ നമ്മൾക്ക് വിശ്വസിക്കാമെങ്കിൽ ഇത് ആർക്കും പറയാവുന്ന കാര്യമായിരുന്നു. മാധ്യമങ്ങൾ പറയാൻ തയ്യാറായിരുന്നെങ്കിൽ പറയാൻ കഴിയുമായിരുന്നു തുടക്കം മുതൽ. പക്ഷെ എന്തുകൊണ്ടോ കേരളത്തിലെ മാധ്യമങ്ങളുടെ രീതി അനുസരിച്ച് അവരത് പറയാൻ ഭയപ്പെട്ടിരുന്നോ എന്താണെന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ ഇപ്പൊ നമുക്ക് കുറച്ച് ആത്മാഭിമാനത്തോടുകൂടി പറയാം, നമ്മൾ തുടക്കം മുതൽ നമ്മൾ പറഞ്ഞിരുന്നതാണ് സർവേ പ്രതിഫലിക്കുന്നത്. പിന്നെ താങ്കൾ പറഞ്ഞ പോലെ എന്റെ മുഖ്യ രാഷ്ട്രീയമായ ഉത്കണ്ഠ BJP-യുടെ കേരളത്തിലെ വളർച്ചയായിരുന്നു ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ.
അപ്പോ അതിന് പ്രത്യേകിച്ച് ഇപ്പോ ബംഗാളിൽ നിന്ന് വരുന്ന വാർത്തകൾ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ്. അപ്പോ അതിന്റെ ഷോക്ക്, ആ ഷോക്കിൽ നിന്ന് ഞാൻ ഇപ്പോഴും വിമോചിതനായിട്ടില്ല. കാരണം ബംഗാളും അസാമും BJP കൈവശപ്പെടുത്തുന്നു എന്ന് ഞാൻ പറയുകയാണ്. അതിനിടയ്ക്ക് അതില് ബംഗാളിന്റെ കാര്യത്തിൽ വിശ്വസിക്കേണ്ട കാര്യമല്ല. പലരും പറയുന്നത് ഇല്ല, വിശ്വസിക്കേണ്ടതല്ല. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് സർവേയുടെ അടിസ്ഥാനത്തിലാണ്. വിശ്വസിക്കണോ ഇല്ലയോ എന്നുള്ളത് മറ്റു കാര്യം. പക്ഷെ ഞാൻ പറയുന്നത് ആ നൽകുന്ന സൂചന അപകടകരമായ സൂചനയാണ്. അപ്പൊ ആ അപകട സൂചനക്കിടയിൽ ഈ കേരളത്തിൽ താങ്കൾ പറഞ്ഞതുപോലെ BJPക്ക് നാം ഭയപ്പെട്ടിരുന്ന മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന് എല്ലാ സർവേകളും പറയും. അത് വലിയ കാര്യമാണ്. എന്നാൽ അതിൽ താങ്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ രണ്ട് സർവേകളാണ് പ്രധാനമായും ഫോളോ ചെയ്ത്, ആക്സിസ് ഇന്ത്യ ടുഡേയുടെയും സി മനോരമയുടെയും. അപ്പൊ അത് രണ്ടിന്റെയും അടിസ്ഥാനത്തിൽ എനിക്ക് മനസ്സിലാവുന്നത് BJPക്ക് കേരളത്തിൽ 1-2 സീറ്റുകൾക്കപ്പുറം ഒരു പ്രതീക്ഷയില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ സർവേ ഫലങ്ങൾ. അത് തിരുവനന്തപുരത്തിന് ചുറ്റുമുള്ളവയിൽ മാത്രം ഒതുങ്ങുന്നു എന്നുള്ളതും ആശ്വാസകരമാണ്. അവിടെ ഈ ഇത്രയും മുന്നേറ്റം ഉണ്ടാക്കും എന്ന് പറയുന്ന തിരുവനന്തപുരത്ത് പോലും അവർക്ക് 22% ആകെ ആ ജില്ലയിൽ ഈ സർവേകൾ കൊടുക്കുന്നത്. അവർക്ക് 17% കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. അതിന് ഏറ്റവും നന്നായി പ്രകടനം നടത്തിയ 3 ജില്ലകൾ തിരുവനന്തപുരം, പത്തനംതിട്ട, ആലപ്പുഴ. ഈ ജില്ലകളിലാണ് BJP വിചാരിച്ചതിൽ നന്നായി പ്രകടനം നടത്തിയത്. അവിടെ 18, 17, 22. അപ്പൊ ഇതാണ് BJPയെ മാത്രം നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾക്കും മതനിരപേക്ഷ വിശ്വാസികൾക്കും അല്പം ആശ്വസിക്കാം. എന്നാൽ ആദ്യമായി അവർ അക്കൗണ്ട് തുറക്കുമോ എന്നുള്ള ഭയവും നമുക്ക് ബാക്കിയുണ്ട്. കാരണം ഞാൻ കണ്ട മിക്ക ഇതിലും നിയമത്തിനെ സംബന്ധിച്ച് സംശയം ഉന്നയിക്കുന്നുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ കിഴക്കൂട്ടത്തെ പറ്റി ഉന്നയിക്കുന്നുണ്ട്, വട്ടിയൂർക്കാവിനെ പറ്റിയും ഉന്നയിക്കുന്നുണ്ട്. അപ്പൊ തിരുവനന്തപുരം ജില്ലയിൽ എന്ത് സംഭവിക്കുമെന്നുള്ള ഒരു ഭയം അവശേഷിപ്പിച്ചുകൊണ്ടാണ് ഈ സർവേ ഫലങ്ങൾ തരുന്നത്. അത് ശരിയാവണമെന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞ ഒരു കാര്യം, 80, 80-നും 85 സീറ്റിന് കുറഞ്ഞത് അത്തരം ഒരു ടാലി ആയിരിക്കും കേരളത്തിൽ UDF ഉണ്ടാവുക എന്നാണ് താങ്കളോട് പല ആവർത്തി പല വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ ഇത് സൂചിപ്പിച്ചിട്ടുള്ളതാണ്. എന്റെ ഇപ്പോഴത്തെ കണക്ക് കൂട്ടലും ഏകദേശം അതുതന്നെയാണ്. അല്ല, അതിരിക്കട്ടെ സാർ. ഒന്ന് എനിക്ക് തോന്നുന്നത്, നമ്മൾ വിചാരിച്ചതുപോലെ BJP ഒരു സ്പ്രെഡ് ഔട്ട് ചെയ്തു എന്ന് പറഞ്ഞു. താങ്കൾ പറഞ്ഞ 10 സീറ്റിലേക്ക് അവർ സീരിയസ് ആയി മത്സരമെടുക്കുന്നു. തൃപ്പൂണിത്തുറ, തൃശ്ശൂർ, പാലക്കാട്, മഞ്ചേശ്വരം, ഇവിടൊക്കെ എനിക്ക് തോന്നുന്നില്ല അവർ 15% കൂടുതൽ വോട്ടിലേക്ക് പോകുന്നുണ്ട് എന്ന് തോന്നുന്നില്ല. അത് എന്താണ് കാണിക്കുന്നത്? നമ്മളുടെ പ്രേക്ഷകരോട് ഒരു കാര്യം പറയേണ്ടതുണ്ട്. ഈ കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങൾ തിരിച്ച് അനലൈസ് ചെയ്ത ഇത് സീപോൾ മനോരമയാണ്. അതിനെ ആസ്പദമാക്കിക്കൊണ്ട് നമ്മൾ വിലയിരുത്തൽ. അപ്പോൾ അതിൽ താങ്കൾ പറയുന്ന അതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി അടിസ്ഥാനമാക്കുകയാണെങ്കിൽ അവർക്ക് മലബാറിലും പാലക്കാടും തൃശ്ശൂരും വോട്ടുകൾ സംഭരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പത്തനംതിട്ടയിൽ പോലും കഴിഞ്ഞിട്ടില്ല. 18% വോട്ട് കിട്ടിയ പത്തനംതിട്ടയിൽ പോലും 30%-നകത്ത് ഒരു ത്രികോണ മത്സരത്തിൽ കിട്ടാനുള്ള സാധ്യത ഈ സർവേ, അതായത് ഒരു സർവേ മാത്രമേ ഇത്ര സൂക്ഷ്മമായി ചെയ്തിട്ടുള്ളൂ. മനോരമയുടെ രാഷ്ട്രീയ പക്ഷപാതം ഉണ്ടാവാം, അത് വേറെ കാര്യം. പക്ഷെ നമുക്ക് ഇപ്പോൾ വിശകലനം ചെയ്യാനുള്ളത് ഇതാണ്. പിന്നെ ദയവായി ഞാൻ താങ്കളുമായി പങ്കിട്ട ജാതി മതം തിരിച്ചുള്ള കണക്ക് തന്നിട്ടുള്ളത് ആക്സിസ് മാത്രമാണ്. പ്ലീസ് അത് മനസ്സിലാക്കണം. അത് വളരെ പ്രധാനമാണ്. അതിൽ നിന്ന് നമ്മളുടെ നമ്മൾ കരുതിയിരുന്ന കാര്യങ്ങളെല്ലാം സംഭവിച്ചിരിക്കുന്നു. 17% ഷിഫ്റ്റ് മുസ്ലിങ്ങളുടെ ഉണ്ടായിരിക്കുന്നു ഇടതുപക്ഷത്തിൽ നിന്ന് UDF-ലേക്ക്. ഏകദേശം 9% ക്രിസ്ത്യൻ വോട്ടുകൾ LDF-ൽ നിന്ന് UDF-ലേക്ക് പോയിരിക്കുന്നു. എന്നാൽ തിരിച്ച് ഈ ഹിന്ദുക്കളുടെ കൺസോളിഡേഷന്റെ മുഴുവൻ ഗുണവും LDF-ന് കിട്ടുന്നില്ല. അതുകൊണ്ട് അതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം.
ആ കിട്ടുന്നില്ല എന്നുള്ളതിന് പറയുന്ന ചില കാര്യങ്ങൾ പ്രശ്നങ്ങളുണ്ട്. ഈഴവ വോട്ടുകൾ, നഷ്ടപ്പെട്ട ഈഴവ വോട്ടുകൾ ഒരു അതിർത്തി വരെ CPM-ന് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള സൂചനകൾ ഈ ജാതി തിരിച്ചുള്ള കണക്ക് നൽകുന്നുണ്ട്. വിചാരിച്ച നായർ സവർണ വോട്ടുകൾ UDF-ലേക്ക് വന്നിട്ടില്ല എന്നും ഇതിന്റെ ചില സൂചനകൾ തരുന്നുണ്ട്. ഇത് ഒരേ ഒരു സർവേ നടത്തിയ ജാതി മത അടിസ്ഥാനത്തിലെ ഏക വിശകലനമാണ്. അതും ശരിതെറ്റുകൾ എനിക്ക് ഉറപ്പ് പറയാൻ കഴിയുകയില്ല. കാരണം ആക്സിസിന്റെ തമിഴ്നാട് ഫലം തികച്ചും അവിശ്വസനീയമാം വിധം TVKക്ക് DMK മത്സരമായി അവർ പറയുന്നു. അപ്പൊ അതിന്റെ വിശ്വസനീയതയെക്കുറിച്ച് ഒരു അടിസ്ഥാനപരമായ സംശയം നിലനിർത്തിക്കൊണ്ടാണ് ഞാൻ ഈ കണക്കുകൾ ഇവിടെ താങ്കളോടും പ്രേക്ഷകരോടും അവതരിപ്പിക്കുന്നത്. പിന്നെ രണ്ട് കാര്യങ്ങളും കൂടി ഉണ്ട്. ഒന്ന്, പുതിയ വോട്ടർമാരിൽ അത്ഭുതകരം, അതും ആക്സിസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ, പുതിയതായി ആദ്യമായി വോട്ട് ചെയ്യുന്ന കേരളത്തിലെ വോട്ടർമാരിൽ നല്ല ശതമാനം UDF-നാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. സ്ത്രീകളുടെ കാര്യത്തിൽ ഏകദേശം ഒരേപോലെയാണ്. അതായത് ഇത്രയും കാര്യങ്ങളാണ് പ്രാഥമികമായി എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ സാമൂഹ്യ ശാസ്ത്രപരമായ രാഷ്ട്രീയവുമായ ഒരു സർവേ ഫലങ്ങളുടെ ആകത്തുക. സർ, ഇവിടെ ഒന്ന് വളരെ ക്ലിയർ ആണ്. മറ്റാരുണ്ട് എന്ന് പറഞ്ഞ് ഇലക്ഷന് വന്ന ഇടതുപക്ഷത്തിന്റെ, അതായത് സാധാരണ ഇടതുപക്ഷത്തിന് അങ്ങനെ ഒരു ഇത്രയും വലിയൊരു ഗ്യാപ്പ് ജനങ്ങളുടെ പ്രതീക്ഷയും അവരുടെ പ്രതീക്ഷയും തമ്മിൽ ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. പക്ഷെ ഈ പ്രാവശ്യം അത് ഉണ്ടായിരിക്കുന്നു എന്നൊരു പ്രത്യേകതയും കൂടിയില്ലേ? എങ്കിൽ പോലും സതീശൻ തുടർച്ച അവകാശപ്പെട്ടുകൊണ്ടിരുന്ന 100 സീറ്റ് കടക്കും എന്നുള്ളിടത്തേക്ക് എത്താൻ കഴിയുമോ എന്ന് എനിക്ക് സംശയമുണ്ട് ഇപ്പോഴും. അത് 100 സീറ്റ് അതെ, 100 സീറ്റ് കടന്നാൽ ഇടതുപക്ഷത്തിന്റെ അടിത്തറ കോട്ടം സംഭവിച്ചു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. അതും സംഭവിച്ചിട്ടില്ല എന്നാണ് ഈ സർവേ ഫലങ്ങൾ തരുന്ന ഒരു സൂചന. അത് തൃശ്ശൂരും പാലക്കാടും വളരെ കൃത്യമായത് പറയുന്നുണ്ട്. അത് അങ്ങനെ ഒരു അടിത്തറ പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തും അങ്ങനെ എവിടെയും തിരുവനന്തപുരത്തും പോയിട്ടില്ല, കൊല്ലത്തും പോയിട്ടില്ല. അങ്ങനെ അടിത്തറ തകരുന്ന വിധത്തിലുള്ള ഒരു വൻ തരംഗം നമ്മൾ ആദ്യം പറഞ്ഞതാണ് ശരി. താങ്കൾ തന്നെ പേരിട്ടത് ഓർമ്മ മറന്നിരിക്കില്ലല്ലോ. എന്താ തിരിച്ച് റിവേഴ്സിംഗ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ CPM നേതൃത്വത്തിൽ ഇടതുപക്ഷ മുന്നണിക്ക് കിട്ടിയ ഒരു തരംഗം, ആ തരംഗത്തിന്റെ ഒരു തിരിച്ചുള്ള ഒരു തരംഗമാണ് ഉണ്ടാവുക. പ്രതികൂല തരംഗത്തിന്റെ ഞാൻ അവിടെ തന്നെ നിൽക്കുന്നു. നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിന്റെ വിധി ഒരു പ്രതികൂല തരംഗമായിരിക്കും. എന്നാൽ അത് വലിയ ഈ വലിയ കുത്തൊഴുക്കായി CPM-ന്റെയും ഇടതുപക്ഷത്തിന്റെയും അടിത്തറ തകർക്കും വിധത്തിലുണ്ടായിരിക്കില്ല. ഭയപ്പെട്ട പോലെ BJP-ക്ക് ഈ ഒരു ത്രികോണ മത്സരത്തിൽ ഒരു വൻ ശക്തിയായി കേരളത്തിൽ വരാനും കഴിഞ്ഞിട്ടില്ല. ഈ സർവേ ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് തീർച്ചയായിട്ടും ഫലങ്ങൾ കൃത്യമായി വരുമ്പോൾ നമുക്ക് പറയാം എങ്ങനെയാണെന്നുള്ളൂ. ബാക്കി ഇതാണ് എനിക്കൊരു പ്രാഥമികമായിട്ടുള്ള എന്റെ നിഗമനം. അത് തന്നെ എനിക്ക് ഇതുവരെയുള്ള എല്ലാവരുടെയും ഒരു ഗസ്റ്റിമേറ്റും ഇത് തന്നെയായിരുന്നു. അതുകൊണ്ട് ഒരുപക്ഷെ നാളെ നമുക്ക് കൂടുതൽ ഡെമോഗ്രാഫിക് ആയിട്ടുള്ള വിവരങ്ങൾ, ഓരോ ഏജ് ബ്രാക്കറ്റിലും എവിടെയാണ് ഏതെല്ലാം മണ്ഡലത്തിൽ എങ്ങനെയാണ് ചെയ്തത്, ഓരോ ജാതിമത വിഭാഗങ്ങളും എങ്ങനെയാണ് വോട്ട് ചെയ്തിരുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നാളെ കിട്ടുമ്പോൾ ഇതിന് കുറച്ചുകൂടെ വ്യക്തത വരാൻ സാധ്യതയുണ്ട്. അതും എന്നാൽ അവസാനത്തെ ഫലം ഇത് പറയുന്നതിൽ നിന്നെല്ലാം വ്യത്യസ്തമാകാനുള്ള സാധ്യതയും ഞാൻ ഇല്ല. ഇതുവരെ ഇപ്പോൾ എക്സിറ്റ് പോൾ വരെ നമ്മൾ എന്ത് പറഞ്ഞിരുന്നോ, നമ്മൾ എന്ത് കണക്കാക്കാൻ ശ്രമിച്ചോ അതിൽ വലിയ തെറ്റ് പറ്റിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് താങ്കൾ പറഞ്ഞ പോലെ അത് പറയാനുള്ള ധൈര്യം താങ്കൾക്ക് പലപ്പോഴും ഞാൻ മടിച്ചു നിന്നപ്പോഴും കാണിച്ചു. അതെ, അതാണ് ഞാനത് കാരണം. താങ്ക് യു സോ മച്ച്. അല്ല, അതിനൊരു കാരണം ഞാൻ ഡൽഹിയിലാണ് ഇരിക്കുന്നത്, എനിക്കറിയാമെങ്കിലും പറയാൻ ധൈര്യമില്ല. താങ്കൾ കൊച്ചിയിലാണ്, അതാണ് അതിന്റെ അഡ്വാൻറ്റേജ്. നന്ദി, നമസ്കാരം. ഞങ്ങൾ ഇതിന്റെ ഡീറ്റെയിൽ വിശകലനം വീണ്ടും ചെയ്യുന്നതാണ്.